വെൽക്കം ടു ബിയറോ ടോക്ക്. അപ്പോൾ ഞാൻ ദ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് കണ്ടു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു റിവ്യൂ ആണ് എൻ്റെ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്ന് പറഞ്ഞ പടം 1968 ഫസ്റ്റ് ഇറങ്ങുന്നത്. പിന്നീട് അത് 70s ഒരു 3 വേർഷൻസ് ഇറങ്ങി. പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, ബെനീത്ത് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, പിന്നെ എസ്കേപ്പ് ഫ്രം ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, കോൺക്വസ്റ്റ് ഫോർ ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു 4 സീരീസ് അന്ന് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2001 ഇപ്പോഴത്തെ സീരീസിന് കണക്ട് ചെയ്തിട്ടുള്ള പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് ഇറങ്ങുന്നത്. മാർക്ക് വൽബർഗ് ആയിരുന്നു അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നതാണ് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, ഡോൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, വാർ ഫോർ ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്, ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ദ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്. അപ്പോൾ ഈ പടത്തിലെല്ലാം ഉള്ള ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു ദ കിങ്ഡം, ദ വാർ, അല്ലെങ്കിൽ ഓഫ് ദി, ഒരു ദ എന്തായാലും ഒരു ദി എന്തായാലും ഇതിനകത്ത് എല്ലാ പടത്തിനകത്തും ഉണ്ട്. എന്നെ ശരിക്ക് ഞാൻ ഈ പടം കണ്ടപ്പോൾ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 മുതൽ ഇവർ അതായത് ഹോളിവുഡിൽ ഈ പറയുന്ന ഒരു പിന്നെ എയ്പ്സ് പരമായിട്ടുള്ള, അതായത് എയ്പ്സ് സംസാരിക്കുന്നത് പരമായിട്ടുള്ള പടങ്ങൾ അന്ന് ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇവോൾവ് ചെയ്ത് 2011 ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എവല്യൂഷനായി. പിന്നെ ഇറങ്ങുന്നത് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നത് 2011 അപ്പോൾ അതിനകത്ത് പോലും ശരിക്ക് ആ ഒരു എവല്യൂഷൻ, അതായത് ടെക്നോളജി എവല്യൂഷൻ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി പടമായിരുന്നു അത്. പിന്നീട് ഇറങ്ങുന്ന പടമാണെങ്കിലും, അതായത് ഡോൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് ആണെങ്കിലും ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് സംഭവം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും ഒരു എവല്യൂഷൻ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടെക്നോളജി പരമായിട്ട് ഇവർ ഈ ചെയ്തിരിക്കുന്ന പടം അത്, അതായത് CGI ആണെങ്കിലും VFX ആണെങ്കിലും അടിപൊളിയായിട്ട് ഇവർ 2001 അന്ന് മുതൽ അവർ തുടങ്ങിയിട്ടുണ്ട് അത് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഈ ഡോൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന പ്രഭാസിൻ്റെ മറ്റേ പടമായിരുന്നു. അത് 700 കോടി വെച്ചിട്ട് എടുത്തിരിക്കുന്ന ആ പടം ഏതുവരെ എങ്ങനെ എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിച്ചത്. ഐ മീൻ ആ ഒരു VFX CGIയും ഇവരെ ഇതും നോക്കുമ്പോൾ ആനയെ അമ്പഴങ്ങ അല്ലെങ്കിൽ ആനയെ ഉറുമ്പായിട്ടുള്ളൊരു വ്യത്യാസമാണ് എനിക്ക് ശരിക്കും ഫീലായത്. വാർ ഫോർ ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് സീരീസ് കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇത് 4ാമത്തെ വേർഷനാണ്. പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സിൻ്റെ സീരീസിലെ 4ാമത്തെ വേർഷനാണ് ഈ ദ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കണ്ടത് ഫോറം മോളിലുള്ള PXലാണ്. അതിനകത്ത് തന്നെ കാണണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് 3D ആയിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ സംഭവം നല്ല അടിപൊളി വിഷ്വൽ ഇഫക്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ ഇതിനകത്ത് ഈ കുരങ്ങന്മാർ സംസാരിക്കുന്നതും അതൊക്കെ ആ ഒരു പഴയ ഇതിന് ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടാണ് ഈ പടം കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ പഴയതായിട്ട് ഫുൾ ഫ്ലെഡ്ജ് കണക്ഷനൊന്നും ഈ പടത്തിനില്ല. അതൊന്ന്. 2ാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഡാർവിൻ തിയറി ആണെന്ന് തോന്നുന്നു, മറ്റേ ഹ്യൂമൻസ് എവോൾവ് ഫ്രം മങ്കീസ് എന്ന് പറഞ്ഞ സംഭവം. ഇത് കാണുമ്പം തിരിച്ച് മനുഷ്യന്മാർ കുരങ്ങൻ്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ള ലെവലാണ്. ബിക്കോസ് എയ്പ്സ് ഇതിനകത്ത് ഇവോൾവ് ആയി. മനുഷ്യന്മാർ എന്താ പറയാൻ, എയ്പ്സ് ഇവർ പിന്നെ ഈ ഭൂമി അല്ലെങ്കിൽ ഭൂമി അതായത് കീഴടക്കിയത് കൊണ്ട് മനുഷ്യന്മാർ കാട്ടിലേക്കും പിന്നെ കുരങ്ങന്മാർ നാട്ടിലേക്കും വന്നെന്ന് പറഞ്ഞൊരു സ്ഥിതിയാണ്. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടിയൊരു സംഭവമാണ്. കാരണം ഇതിൽ കുരങ്ങന്മാർ സംസാരിക്കുന്നത് മനുഷ്യന്മാരെ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു ഇതിലാണ് സംഭവം പോയിരിക്കുന്നത്. അപ്പോൾ സംഭവം 3 മണിക്കൂറാണ് ഈ പടം ഉള്ളത്. പിന്നെ 3 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലെങ്തിയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറേയൊക്കെ കുറവാണ്. പക്ഷെ ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നിടത്തൊക്കെ നന്നായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അങ്ങ് എനിക്കാണെങ്കിലും എൻ്റെ ഫാമിലിക്കാണെങ്കിലും വെലിങ്ങനെ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്നിരുന്നാലും ഞാൻ ഇതുപോലത്തൊക്കെ കാണാൻ നല്ലോണം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാനത് ഇരുന്ന് കണ്ടു. തിയേറ്ററിൽ കുറച്ച് പേരൊക്കെ ഉറങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറൊരു സംഭവം. പക്ഷെ എന്നിരുന്നാലും ഈ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് സീരീസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് 4ാമത്തെ വേർഷൻ ആയതുകൊണ്ട് എന്നിരുന്നാലും ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്കിത് ഫീൽ ആയിരിക്കുന്നത്. പിന്നെ അത് PXL ആ ഒരു വലിയൊരു തിയേറ്ററിൻ്റെ
എഫക്റ്റ് തന്നെ, അതായത് അതിൽ തന്നെ പോയി കാണണം, എന്നാൽ ആ ഒരു എഫക്റ്റ് ഫീൽ ആവുള്ളൂ, ആ ഒരു വിഷ്വൽ എഫക്ട്സ് ഒക്കെ കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് കുറേ ടോക്സ് ഇതിനകത്ത് നീട്ടിക്കൊണ്ടുപോയി വലിച്ചതാണ് ഇതിനകത്ത് കുറച്ചൊരു എന്താ പറയുക, ബോറടിപ്പിക്കുന്ന സംഭവം. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ വിഷ്വലി സ്റ്റണ്ണിങ് ആണ് സംഭവം. അതിൽ യാതൊരു എന്താ പറയുക, അതിനെ കവച്ചു വെക്കാനൊന്നും ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഈ പ്രഭാസിന്റെ പടം കണ്ടിട്ട് ഈ പടം കാണാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ക്ഷീണവും വിഷമവും ഇത് കണ്ടിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതുപോലെ വലിയൊരു തിയേറ്ററിൽ തന്നെ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. 3D കാണേണ്ട ആവശ്യമില്ല, 2D തന്നെ കണ്ടാൽ മതി. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. 1 ടൈം വാച്ചബിൾ ആണ്. അപ്പോൾ ദ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമാണ്. വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. നന്നായി നല്ല രീതിയിൽ സംഭവം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു റിവ്യൂ വരുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ഖാനേക്കായ പീനേക്കായ മസ്ത് ജീനേക്കായ. താങ്ക്സ് ഫ്രം ബിയറോ ടോക്ക്.